തനിക്ക് ചുറ്റും കൂടി നിന്ന സഹതാരങ്ങൾക്ക് മുന്നിൽ ഒരു മോട്ടിവേഷൻ സ്പീച്ചിന് തയ്യാറെടുക്കുകയായിരുന്നു അഭിഷേക് ശർമ്മ. ലോകകപ്പിൽ കളിച്ച മത്സരങ്ങളിലൊക്കെ സമ്പൂജനായി കൂടാരം കയറിയ അഭിഷേകിൻ്റെ മുഖത്ത് സമ്മർദ്ദത്തിൻ്റെയോ നിരാശയുടെയോ ഒരു ചെറു കണിക പോലും ഉണ്ടായിരുന്നില്ല. അയാൾ പറഞ്ഞു തുടങ്ങി, നമ്മൾ എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് സൂപ്പർ 8 പ്രവേശിക്കുന്നത്. ഒരു ചാമ്പ്യൻ ടീമിൻ്റെ അടയാളമാണിത്. ഓരോ മത്സരത്തിലും നമ്മൾ പുറത്തെടുക്കുന്ന എനർജി അപാരമാണ്. ആൻഡ് വി ആർ ഹിയർ ടു വിൻ ഓൾ ദി ഗെയിംസ്. അഭിഷേക് പറഞ്ഞു നിർത്തി. ടീമംഗങ്ങൾ കൈയടിച്ചു. ഫോം ഔട്ടിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളെ ചേർത്ത് പിടിക്കുകയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ലാസ്റ്റ് ഇയർ ഹി കവേർഡ് ഫോർ അസ്, നൗ വി കവർ ഫോർ ഹിം. അഭിഷേകിൻ്റെ ഫോം ഔട്ടിനെ കുറിച്ച് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചോദ്യമുയർന്നപ്പോൾ സൂര്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. അഭിഷേകിനെ കുറിച്ച് ആശങ്കപ്പെടുന്നവരെ കുറിച്ചാണ് തനിക്ക് ആശങ്ക എന്നാണ് സൂര്യ പറഞ്ഞു വെച്ചത്. എന്തിനാണ് ഇക്കൂട്ടർക്ക് അഭിഷേകിനെ കുറിച്ച് ഇത്രയും ആദി? അവൻ കളത്തിലിറങ്ങുമ്പോൾ എതിർ ടീമുകളെ കുറിച്ചാണ് ഞാൻ ആലോചിക്കാറുള്ളത്. ഇതുവരെ ലോകകപ്പിൽ അവന് ഒരു റൺ പോലും സ്കോർ ചെയ്യാനായിട്ടില്ല. ശരി തന്നെ, എന്നാൽ അവൻ സ്കോർ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. പരാജയങ്ങൾ സംഭവിക്കും, അത് സ്വാഭാവികമാണ്. അഭിഷേക് അയാളുടെ സ്ഥിരം ശൈലിയിൽ കളിക്കണമെന്ന് തന്നെയാണ് ടീം ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. സൂര്യ പറഞ്ഞു നിർത്തി. സഞ്ജുവിനെ തിരികെ കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിന് അഭിഷേകിന് പകരം സഞ്ജുവിനെ കൊണ്ടുവരണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നായിരുന്നു സൂര്യയുടെ മറുചോദ്യം. ഇനി തിലകിന് പകരം സഞ്ജുവിനെ കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുമോ എന്ന് സൂര്യ തുടർന്നു. 3-4 ഡക്കുകൾ കൊണ്ട് അഭിഷേകിനെ ബെഞ്ചിലിരുത്താൻ ടീം ഒരുക്കമല്ലെന്നാണ് ഇന്ത്യൻ നായകൻ പറഞ്ഞു വെച്ചത്. ലോക 1-ാം നമ്പർ T20 ബാറ്റർ ഒരൊറ്റ റൺ പോലും സ്കോർ ചെയ്യാതെയാണ് ഇന്ത്യ ഗ്രൂപ്പ് റൗണ്ടിലെ 4 മത്സരങ്ങളും ജയിച്ച് സൂപ്പർ 8 ടിക്കറ്റ് എടുത്തത്. അവസാനം കളിച്ച 7 മത്സരങ്ങളിൽ 5 തവണയാണ് അഭിഷേക് സമ്പൂജ്യനായി വീണത്. അതേസമയം അതിൽ ഫോമായ 2 മത്സരങ്ങളിലും 30+ സ്കോർ ചെയ്തിട്ടുണ്ട്. ന്യൂസിലൻഡിനെതിരായ സീരീസിന് മുമ്പ് വരെ തൻ്റെ ഫോം ഔട്ടിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോഴൊക്കെ താൻ ഔട്ട് ഓഫ് ഫോം അല്ലെന്നും ഔട്ട് ഓഫ് റൺസ് ആണെന്നുമാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞുകൊണ്ടിരുന്നത്. അഭിഷേകിൻ്റെ കാര്യത്തിലും അങ്ങനെ വിശ്വസിക്കാനാണ് ആരാധകർക്കും ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്കും ടീം മാനേജ്മെൻറ്റിനുമൊക്കെ ഇഷ്ടം. കാരണം അഭിഷേകിൻ്റെ ബാറ്റ് ശബ്ദിച്ചു തുടങ്ങിയാൽ പിന്നെ ഇന്ത്യൻ സ്കോർ സഞ്ചരിക്കുന്നത് ശരവേഗത്തിലാകും. ഇഷാൻ കിഷൻ മികച്ച ഫോമിലുള്ളപ്പോൾ അഭിഷേക് ഫോം വീണ്ടെടുക്കുക കൂടി ചെയ്താൽ പകുതി ആദ്യോടിഞ്ഞെന്നാണ്. അഭിഷേക് ശർമ്മ എക്സ്പോസ്ഡ് ആയോ? എതിരാളികൾ അയാളുടെ വീക്ക്നെസ് തിരിച്ചറിഞ്ഞോ? ലോകകപ്പിൽ 3-ൽ 2 കളികളിലും അഭിഷേക് വീണത് ഓഫ് സ്പിന്നർമാർക്ക് മുന്നിലാണ്. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ സൽമാൻ ആഗയുടെ കെണിക്കാണ് തലവെച്ച് കൊടുത്തത്. നെതർലൻഡ്സിനെതിരായ മത്സരത്തിൽ ആരിന്തത്തിനും. USA-ക്കെതിരെ അലിഖാനാണ് വിക്കറ്റ് നൽകിയത്. ഓഫ് സ്പിന്നിനെതിരെ വീഴുന്നു എന്നതൊഴിച്ചാൽ അഭിഷേകിന്റെ പുറത്താകലുകൾക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥിരം പാറ്റേൺ ഒന്നുമില്ല. ഷോട്ട് സെലക്ഷനിലാണ് അഭിഷേകിന്റെ പ്രശ്നങ്ങൾ മൊത്തം കിടക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ഇർഫാൻ പത്താൻ പറഞ്ഞു വെച്ചത്. ഹൈ ആംഗിളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ബാറ്റ് സഞ്ചരിച്ചു തുടങ്ങുന്നത്. അദ്ദേഹം സ്ട്രൈറ്റ് ഷോട്ടുകൾക്ക് മുതിരാറില്ല. അക്രോസ് ദി വിക്കറ്റ് കളിക്കാനാണ് അയാൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇത് പലപ്പോഴും അഭിഷേകിനെ അപകടത്തിൽ ചാടിക്കുന്നു, പത്താൻ പറഞ്ഞു. അതേസമയം അഭിഷേക് ക്രീസിൽ കുറച്ചുനേരം സമയം ചെലവഴിച്ചതിന് ശേഷമേ ബിഗ് ഹിറ്റുകൾക്ക് മുതിരാവൂ എന്നാണ് സുനിൽ ഗവാസ്കർ ഉപദേശിക്കുന്നത്. ആദ്യ പന്ത് മുതൽ ആക്രമിച്ച് കളിക്കുക എന്നതാണ് അഭിഷേകിന്റെ ശൈലി. ഗൗതം ഗംഭീർ എറയിൽ ഇന്ത്യൻ T20 ടീമിന്റെ ഈ അഗ്രസീവ് അപ്രോച്ച് ഏറെ ആഘോഷിക്കപ്പെട്ടതാണല്ലോ. പവർ പ്ലേയിൽ അഭിഷേക് നൽകുന്ന തുടക്കം ഇന്ത്യൻ വിജയങ്ങളിൽ ഏറെ നിർണായകമാകാറുണ്ട്. എന്നാൽ ഇത് പാളിപ്പോകുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. സൂര്യകുമാർ യാദവ് ഏറെക്കാലം ഫോം കണ്ടെത്താൻ പ്രയാസപ്പെട്ടിരുന്നപ്പോഴൊക്കെ ഗൗതം ഗംഭീറാണ് അദ്ദേഹത്തിന്റെ പിന്തുണയുമായി ആദ്യം രംഗത്തെത്തിയിരുന്നത്. അഭിഷേക് ഔട്ട് ഓഫ് റൺസ് ആയ കാലത്തും അതുകൊണ്ടാണ് ടീം അയാളെ ചേർത്ത് പിടിച്ചു കൂടെ നിൽക്കുന്നത്. കാരണം അയാളുടെ ബാറ്റ് എതിരാളികൾക്ക് വിതക്കുന്ന അപകടം ചെറുതല്ലാത്തതുകൊണ്ട് തന്നെ.